പതിവ് പോലെ ഇന്നും ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡേ ആണ്. ഫ്രൈഡേക്ക് പുറമെ ഇന്ന് മീലാദും കൂടെയാണല്ലോ. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് വീട്ടിലുള്ളവരും ജുമ്മയ്ക്ക് മുമ്പ് ഫ്രഷായിരിക്കണം. അത് ഞങ്ങളുടെ ഉമ്മാക്ക് നിർബന്ധമാണ്. വെള്ളിയാഴ്ച ഞാൻ സാധാരണ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടാകും. ഇന്ന് ബീഫും മോരുകറിയാണ് ഉണ്ടാക്കുക. അരിയിട്ട് ഞാൻ മോനെ ഫ്രഷാക്കാൻ വേണ്ടി പോയി. മിക്ക വീടുകളിലും വെള്ളിയാഴ്ച ബീഫ് ഉണ്ടാവുമല്ലോ അല്ലേ? അതെങ്ങനെ വെള്ളിയാഴ്ച ബീഫ് വാങ്ങാതിരുന്നാൽ ദീനുൽ ഇസ്ലാമിന് പുറത്താന്നല്ലേ ചൊല്ല്? ഞാനൊരു തമാശ പറഞ്ഞതാണെടോ. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് വരട്ടിയതും തൈര് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ സ്പെഷ്യലാക്കാൻ എന്നെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ഉമ്മയാണ് കേട്ടോ. വീട്ടിലുള്ളവരും ഏറ്റവും കൂടുതൽ ഫ്രഷായിരിക്കുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും. ആണുങ്ങളെല്ലാവരും പുതിയ കുപ്പായം ഇട്ട് അത്തറ് പൂശി പള്ളിയിൽ പോകും. പള്ളിയിൽ പോയവർ തിരിച്ചു വരുമ്പോഴേക്കും വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഫ്രഷായി ചോറ് വിളമ്പി എല്ലാവരും ഒന്നിച്ചാണ് കഴിക്കുക. അന്നേ ദിവസം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. ചെറുപ്പം മുതലേ ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഉമ്മ. ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അന്നത്തെ റുട്ടീൻ ഇന്നും ഞാൻ ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ വരുമ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനമാണ്. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ എനിക്ക് എന്നും സ്പെഷ്യലാണ്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഫുഡെല്ലാം റെഡിയായി. ഇനി ഞാനൊരു ചായ കുടിക്കട്ടെ.